എല്ലാവർക്കും ഹെൽത്തി ടോക്സിലേക്ക് സ്വാഗതം. ഹെൽത്തി ടോക്സിൽ നമ്മൾ ഓരോ രംഗത്തെയും എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് അവരുമായിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ടോപ്പിക്കിലുള്ള ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഡോക്ടറാണ്. എറണാകുളം ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ നിജിൽ ക്ലീറ്റസ് ആണ്. നമുക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യാം. വെൽക്കം സർ. സർ, നമ്മളിപ്പോൾ പലപ്പോഴും കാണുന്നുണ്ട്, പണ്ട് ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് ഒരു 60-70 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്ക് വരുന്നൊരു അസുഖമായിരുന്നു. പക്ഷെ ഇപ്പൊ 30-40 വയസ്സുള്ള ആൾക്കാരൊക്കെ അറ്റാക്ക് വരികയും ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും സർ ഇപ്പൊ അങ്ങനെ വളരെ കോമൺ ആയിട്ട് നമുക്ക് യങ് ഏജ് ഗ്രൂപ്പിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത്? പറഞ്ഞൊരു ഫാക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് മുന്നേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രായമുള്ള ആൾക്കാരിലാണ് ഹാർട്ട് ഡിസീസ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട് ഹോസ്പിറ്റൽസിൽ 30 years 40 years. കൂടുതലും ഒരു ജീവിതശൈലിയിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളാണ് മെയിനായിട്ടുള്ളൊരു ഫാക്ടർ. കാരണം മുന്നേ നമുക്ക് എക്സസൈസസിനുള്ള ഒരു സാധ്യത കൂടുതലായിരുന്നു. ആൾക്കാർക്ക് അവരുടെ ജീവിതശൈലിയിൽ തന്നെ കൂടുതൽ നടക്കുകയും അവരുടെ എക്സസൈസ് നോർമൽ ലൈഫ് സ്റ്റൈലിൽ തന്നെ അത് ഇൻകോപ്പറേറ്റഡ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരു വെഹിക്കിളിലാണ് പോകുന്നത്. എക്സസൈസിൻ്റെ അളവ് കൂടുതലാണ്, പിന്നെ സ്ട്രെസ്സ് കൂടുതലാണ്. അതുപോലെ തന്നെ ഒരുപാട് ഈ ദുശീലങ്ങൾ, പുകവലി, അങ്ങനെ ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് വരുന്നു. അപ്പോൾ ഓവറോൾ ഒരു ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസങ്ങൾ വരുന്നതും പിന്നീട് നമുക്ക് മറ്റ് ഹാർട്ടിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് മുന്നേ അപേക്ഷിച്ച് കൂടുതലാണ് ഇപ്പോൾ ആൾക്കാരിൽ. അതുകൊണ്ട് തന്നെയാണ് ഒരു യൂത്തിന് കൂടുതൽ ഹാർട്ടിൻ്റെ അസുഖങ്ങൾ വരുന്നതായിട്ട് ഇപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ 30 years 40 years ഹാർട്ട് അറ്റാക്ക് വളരെ കോമൺ ആയിട്ട് നമുക്കിപ്പം കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലും ചില ആൾക്കാർക്ക് എപ്പോഴും വീണ്ടും വീണ്ടും അറ്റാക്ക് ഒക്കെ വരുന്ന പോലെ അങ്ങനെ ചിലർ ഒരുപാട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? അത് ജനറ്റിക് ആയിട്ട് അതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, ഇങ്ങനെ ഒരു റെക്കറന്റ് ആയിട്ട് വീണ്ടും വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരുന്നത് അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമല്ല. അതിപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരാം. പക്ഷെ വീണ്ടും ഇങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കൂടുതലായിട്ട് വരുന്നത് കൂടുതലും ജനറ്റിക് പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരിലാണ്. പിന്നെ അവരുടെ ഹാർട്ട് ഡിസീസ് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ചിലപ്പോൾ അവർക്ക് കൂടുതലായിട്ടുണ്ടാവും. അതായത് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ, ഹൈ BP, ഹൈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ, ഇത് കൺട്രോൾ ആവാണ്ട് പോകുന്ന സിറ്റുവേഷനിലാണ് പലപ്പോഴും വരുന്നത്. അല്ലാതെ ഇതെല്ലാം കൺട്രോൾ ചെയ്തതിന് ശേഷവും വീണ്ടും ഒരു ഹാർട്ട് അറ്റാക്ക് വരികയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ആ ഒരു ജനറ്റിക് ഫാക്ടേഴ്സിലേക്ക് നമ്മൾ നോക്കേണ്ടി വരും. പിന്നെ നമ്മൾ സാധാരണ നോക്കാത്ത മറ്റ് ചില ടെസ്റ്റുകളുണ്ട്. ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുതലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ ലൈപ്പോപ്രോട്ടീൻ A ടെസ്റ്റ് നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ കോയാഗുലേഷൻ ടെൻഡൻസി കൂടുതലുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകൾ അങ്ങനെ ചെയ്ത് നമുക്ക് അതിൻ്റെ കണ്ടെത്താൻ സാധിക്കും. പക്ഷെ അതൊരു റെയർ ഗ്രൂപ്പാണ് വീണ്ടും വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറ്റിക്കലി ഇപ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ, അപ്പം ഫാമിലി ഹിസ്റ്ററിയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ടോ എന്ന് അറിയണം അല്ലേ? അത് എല്ലാവരും ചെയ്യേണ്ട ടെസ്റ്റുകളല്ല. സാധാരണഗതിയിൽ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി നമ്മൾ നോക്കും. ഇപ്പോൾ കുടുംബത്തിൽ ചെറുപ്പത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാർ, നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അതായത് സഹോദരങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നു, അല്ലെ അച്ഛനോ അമ്മയ്ക്കോ ചെറുപ്രായത്തിൽ ഹാർട്ട് അറ്റാക്ക്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളും ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇത്തരം ആൾക്കാർ നേരത്തെ തന്നെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. അത് നമ്മൾ ചെയ്യുന്ന റുട്ടീൻ ടെസ്റ്റുകൾ ഒരു ECG ചെയ്ത് നോക്കുക, പിന്നെ നമ്മുടെ ലൈപ്പിഡ് പ്രൊഫൈൽ നോക്കുക, ബ്ലഡിൻ്റെ കൊളസ്ട്രോൾ ലെവൽസ് നോക്കുക, പിന്നെ ഒരു എക്കോ ട്രെഡ്മിൽ ടെസ്റ്റ്, ഇതെല്ലാം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ റിസ്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ ഹാർട്ടിൻ്റെ റിസ്ക് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഈ കൊളസ്ട്രോൾ ലെവൽസ് എല്ലാം കുറച്ച് നിർത്തുക, അതിനുള്ള മരുന്നുകൾ തുടങ്ങുക, ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ആൾക്കാർ നേരത്തെ തന്നെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ നമുക്കൊരു നെഞ്ചുവേദന അല്ലെങ്കിൽ വേറൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പോലും നേരത്തെ പോയിട്ട് ഇത്തരം ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം വീട്ടിൽ, അങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ. അതെ, അത് ഇതുപോലെ എല്ലാവരും ചെയ്യേണ്ട കാര്യമല്ല. ആ ഒരു റിസ്ക് ഗ്രൂപ്പ് എപ്പോഴും നേരത്തെ തന്നെ അവെയർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ പലപ്പോഴും കാണാറുണ്ടല്ലോ ഈ ചെറുപ്പമായിട്ടുള്ള അറ്റാക്ക് വരുന്ന ആൾക്കാർ, അല്ലെ അവരുടെ റിലേറ്റീവ്സിനെ തന്നെ അടുത്ത ദിവസം പിന്നെ അവർ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനെ സ്ക്രീൻ ചെയ്തിട്ട് അവരോട് ഇത്തരം ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് വരാൻ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് എപ്പോഴും കെയർഫുൾ ആയിരിക്കണം അതിനെപ്പറ്റി. അപ്പം നമ്മൾ എന്തൊക്കെയാ അപ്പം സിംറ്റംസ് പലപ്പോഴും നമ്മൾ യങ് ഏജ് ആയതുകൊണ്ട് ചെറിയ ഡിസ്കംഫർട്ട് നെഞ്ചിൽ തോന്നിയാലും അല്ലെങ്കിൽ എരിച്ചൽ പോലെ വന്നു കഴിഞ്ഞാലും ശ്രദ്ധിക്കാതെ വിടും, നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആവാൻ സാധ്യത ഇല്ല എന്നുള്ളതുകൊണ്ട്, പ്രായം കുറവായതുകൊണ്ട്. പക്ഷെ എന്തൊക്കെ സിംറ്റംസാണ് നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്തത് അങ്ങനത്തെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്? ആദ്യം തന്നെ ഫസ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് പെയിൻ തന്നെയാണ്, നെഞ്ചുവേദനയാണ്. അത് നെഞ്ചിന്റെ നടുഭാഗത്തായിട്ട് തോന്നുന്ന ഒരു കനം, എല്ലാവർക്കും അറിയാവുന്ന ഒരു സിംറ്റമാണ്.
ഒരു വെയിറ്റ് എടുത്ത് വെച്ചേക്കുന്ന പോലത്തെ ഒരു സിംറ്റം, അല്ലെങ്കിൽ അത് കയ്യിലേക്കൊക്കെ വ്യാപിക്കുന്ന പോലത്തെ ഒരു പെയിൻ, താടിയിലേക്കും ഒക്കെ വ്യാപിക്കുന്നു. അതിൻ്റെ കൂടെ അമിതമായിട്ടുള്ള വിയർക്കൽ, നെഞ്ചിടിപ്പ്, വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകും. ഇതെല്ലാമാണ് ക്ലാസിക്കൽ സിംറ്റംസ്. അപ്പോൾ അതുകൂടാതെ നമ്മൾ നോക്കേണ്ട സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്ട്രെസ്സ്, എന്തെങ്കിലും ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ശ്വാസം മുട്ടൽ, പിന്നെ ഭയങ്കരമായ ഫെറ്റീഗ്, എന്തെങ്കിലും മുന്നേ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് തളർന്നു പോകുന്നു, ക്ഷീണം വരുന്നു, തലകറക്കം വരിക, അങ്ങനെയുള്ള കുറച്ച് സിംറ്റംസൊക്കെ നമ്മളത് ഇഗ്നോർ ചെയ്യാൻ പാടില്ലാത്ത സിംറ്റംസാണ്. അതൊക്കെ നമ്മൾ കൂടുതൽ പരിശോധനകളിലേക്ക് നമ്മൾ പോകണം എന്ന് പറയപ്പെടുന്ന സിംറ്റംസാണ് അതെല്ലാം. അതെല്ലാം ഇത് കൂടാതെ നമ്മുടെ ബി പി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വളരെ ഹൈ ആയിട്ട് കാണുന്നു, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവൽസ് ഒരുപാട് ഹൈ ആയിട്ട് കാണുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അതിനുള്ള ടെസ്റ്റുകൾ കൂടുതൽ ചെയ്ത് അത് കണ്ടുപിടിക്കാൻ നോക്കുക എന്നുള്ളത്. അപ്പം ഇഗ്നോർ ചെയ്യാൻ പാടില്ലാത്ത സിംറ്റംസ് എന്ന് പറയുമ്പോൾ ചെസ്റ്റ് പെയിൻ, ശ്വാസം മുട്ടൽ, അതുപോലെ തന്നെ തലകറക്കം, നെഞ്ചിടിപ്പ്, പാൽപിറ്റേഷൻ, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സിംറ്റംസ് തന്നെയാണ്. അതില്ലെങ്കിലും ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്ക് നേരത്തെ പോയിട്ട് ഈ എക്കോ TMT പോലത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കാം എന്നുള്ളതാണ്. അതെ. ഫാമിലി ഹിസ്റ്ററിയിൽ നമ്മളിപ്പോൾ നിർബന്ധമായിട്ട് എക്കോ TMT നമ്മൾ പറയില്ല. ഫാമിലി ഹിസ്റ്ററിയിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകളാണ്, നമ്മുടെ റുട്ടീനായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ. കാരണം ഇത് മിക്കപ്പോഴും ജനറ്റിക് ആയിട്ടുള്ള ഒരു ഡിസീസസ് ആയിട്ട് വരാം, ഈ ഹാർട്ടിൻ്റെ അസുഖം ഒരു ചെറിയ ശതമാനം ആൾക്കാർ. അപ്പോൾ നമ്മൾ അവരുടെ കൊളസ്ട്രോളും അതുപോലെ തന്നെ അവരുടെ ബ്ലഡ് പ്രഷറും ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. അതെല്ലാം കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ അതിനുള്ള മെഡിസിൻസ് എടുത്ത് അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നീട് റിസ്ക് പ്രൊഫൈലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എക്കോ TMT ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത്. സർ, അപ്പം നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് ECG എടുത്തു, TMT എടുത്തു, എല്ലാം നോർമലാണ്, പക്ഷെ അതേ ആള് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരും. അങ്ങനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാ എനിക്ക് ഫ്യൂച്ചറിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്, എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നത്? ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത എക്സാക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ടെസ്റ്റും ഇപ്പോൾ നിലവിലില്ല. കാരണം ഒരാൾക്കൊരു ECG അല്ലെങ്കിൽ TMT എല്ലാം ചെയ്തതിന് ശേഷവും അറ്റാക്ക് വരാം, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ. കാരണം എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ഉണ്ടാക്കുന്നത് ഹാർട്ടിൻ്റെ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൊളസ്ട്രോളിൻ്റെ പാളികളുണ്ട്, പ്ലാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വളരെ കട്ടി കൂടിയ പാളികളല്ല സാധാരണ അറ്റാക്ക് ഉണ്ടാക്കുന്നത്. ഒരു 30%ഓ 50%ഓ ഒക്കെ ഉള്ള ബ്ലോക്കുകൾ വളരെ ലൂസായിട്ടുള്ള പ്ലാക്കുകളായിരിക്കും. അത് എന്തെങ്കിലും സ്ട്രെയിൻ വരുമ്പോൾ വിള്ളൽ സംഭവിച്ചിട്ടാണ് ഈ അറ്റാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു TMT ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നും അറിയണമെന്നില്ല. TMTയിൽ നമ്മൾ കണ്ടെത്തുന്ന ബ്ലോക്കുകളാണ്. അപ്പോൾ ഈ ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ ഒരു 80%, 90% ഒക്കെ ആകുമ്പോഴാണ് TMTയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ഇതുപോലുള്ള ചെറിയ പ്ലാക്കുകളൊന്നും നമുക്ക് ഈ TMTയിലൊന്നും കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അറ്റാക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത ഒരാൾക്കുണ്ടോ ഇല്ലെന്നുള്ളത് കണ്ടുപിടിക്കാൻ ടെസ്റ്റുകളില്ല. പിന്നെ നമുക്ക് CT കൊറോണറി ആൻജിയോഗ്രാം എന്നൊക്കെ പറയുന്ന പരിശോധനകളുണ്ട്. അത് സാധാരണ എല്ലാവർക്കും ചെയ്യുന്ന ടെസ്റ്റുകളല്ല. അതിലൊരു പരിധി വരെ നമുക്ക് ഈ കൊളസ്ട്രോളിൻ്റെ പാളികൾ എത്ര ശതമാനമാണെന്നൊക്കെ അറിയാൻ സാധിക്കും. ഇതിൻ്റെ ഫൈനൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള 100% അക്യുറസിയിൽ കണ്ടെത്താൻ ഒരു ടെസ്റ്റുകൾ ഇപ്പോൾ നിലവിലില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്ക് കുറച്ച് നിർത്തുക, പിന്നെ കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നുകൾ, സ്റ്റാറ്റിൻസ് എന്ന് പറഞ്ഞു, ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ ഇതുപോലുള്ള വളരെ ലൂസായിട്ടുള്ള പ്ലാക്കുകൾ, അങ്ങനെ റപ്ചർ, അത് പൊട്ടാൻ സാധ്യതയുള്ള കൊളസ്ട്രോളിൻ്റെ, അറ്റാക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കൊളസ്ട്രോളിൻ്റെ പാളികൾ, അങ്ങനെയുള്ള പാളികളിൽ കുറച്ചുകൂടെ കട്ടിയായിട്ടിരിക്കും. അത് വിള്ളൽ സംഭവിക്കാനുള്ള സാധ്യത കുറയ്ക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ പൊതുവേ നമ്മുടെ റിസ്ക് കുറച്ച് നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നല്ലാണ്ട് 100% ഒരു അറ്റാക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന ടെസ്റ്റുകളൊന്നും നിലവിലില്ലെന്നുള്ളതാണ്. ആൻജിയോഗ്രാം ഒക്കെ ചെയ്ത് നോക്കുന്നത് കൊണ്ട് അങ്ങനെ കാര്യമുണ്ടോ? ഫ്യൂച്ചറിലേക്ക് എനിക്ക് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആൻജിയോഗ്രാം ചെയ്യേണ്ട ആവശ്യമുണ്ടോ, കാര്യമുണ്ടോ? ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് അല്ല. ഒന്നാമത് ആൻജിയോഗ്രാം നമ്മൾ എല്ലാവർക്കും ചെയ്യുന്നൊരു പരിശോധനയും അല്ല. ആൻജിയോഗ്രാം ചെയ്യേണ്ടത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് മാത്രം ചെയ്യുന്ന ടെസ്റ്റാണ്. അതായത് നമ്മൾ ECG, എക്കോ, ട്രെഡ്മില്ലെല്ലാം ചെയ്തതിന് ശേഷം അതിലെന്തെങ്കിലും വേരിയേഷൻസ് കണ്ടെത്തുന്നവർക്കാണ് നമ്മൾ ഈ ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇതൊരു ഇൻവേസീവ് ടെസ്റ്റാണ്. നമ്മൾ ശരീരത്തിനുള്ളിലേക്ക് ഒരു കത്തീറ്റർ കടത്തി വിട്ടിട്ടൊക്കെ ചെയ്യുന്ന ടെസ്റ്റാണ്. അപ്പോൾ അതിന് മതിയായ കാരണങ്ങളുള്ളവർക്ക് മാത്രമാണ് ആൻജിയോഗ്രാം ചെയ്യുന്നത്. മാത്രമല്ല, ഈ ഒരു ആൻജിയോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊളസ്ട്രോളിൻ്റെ പ്ലാക്കുകൾ ഒരു 30% പ്ലാക്ക് കണ്ടെത്തി, 50% പ്ലാക്ക്, അതിനൊന്നും ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൻജിയോഗ്രാം പരിശോധന ഇതുപോലെ റിസ്ക് കൂടുതലുള്ള ആൾക്കാരിൽ TMT ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനെയുള്ളവരിൽ മാത്രം ചെയ്യാം. മറ്റുള്ള ആൾക്കാരിൽ റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റുകൾ മാത്രം ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. സാർ, അപ്പോൾ ഈ കൊറോണറി കാൽഷ്യം സ്കോറിംഗ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, അത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്താണ് അതിൻ്റെ ആവശ്യകത ചെയ്യേണ്ടത്? കൊറോണറി കാൽഷ്യം സ്കോറിംഗ് ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. ഈ പറഞ്ഞ പോലെ തന്നെ
എക്കോയിലും ട്രെഡ്മിൽ ടെസ്റ്റിലും ഒക്കെ നമുക്കൊരു TMD ചെയ്യുമ്പോൾ നമുക്കൊരു 70% ആൾക്കാരിലൊക്കെയാണ് നമുക്ക് അറ്റാക്ക് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. അതിൻ്റെ അക്യുറസി ഒരു 60 to 70% ഒക്കെയാണ്. അപ്പോൾ TMD നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്കും ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ബ്ലോക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഈ TMDയിൽ കണ്ടെത്താത്തത്. അപ്പോൾ അത് കുറച്ചുകൂടെ കാര്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ടെസ്റ്റാണ് CT കാൽഷ്യം സ്കോറിങ്. ഇപ്പോൾ ഈ കാൽഷ്യം സ്കോറിങ്ങിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ രക്തക്കുഴലിനുള്ളിലുള്ള കാൽഷ്യത്തിൻ്റെ അളവും ഈ കൊളസ്ട്രോളിൻ്റെ പ്ലാക്കുകളുടെ അളവ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഒരാളുടെ ഒരു പ്ലാക്കിൻ്റെ ഇപ്പോൾ 0 സ്കോറിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ 0 തൊട്ട് 1000 മേളിൽ വരെയൊക്കെ സ്കോർ ഉണ്ടാകും. അപ്പോൾ ഒരാളുടെ CT കാൽഷ്യം സ്കോറിങ് ചെയ്യുമ്പോൾ 0 to 10 ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് കുറച്ച് കാലത്തേക്ക് ഇയാൾക്ക് ഒരു ശരീരത്തിൽ പ്ലാക്കുകൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്, അല്ലെ അറ്റാക്കിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്ന് നമുക്ക് പറയാം. അപ്പോഴും ഈ സോഫ്റ്റ് പ്ലാക്കുകൾ നമ്മൾ കണ്ടെത്തുന്നില്ല. എന്നാലും അങ്ങനെയുള്ളവർക്ക് സ്വതവേ ഒരു ഹാർട്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ CT കാൽഷ്യം സ്കോർ ചെയ്യുമ്പോൾ ഒരു 300 മേളിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ബ്ലോക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ഒരു 1000 മേളിലാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവർക്ക് സാധ്യത ഒരുപാട് സാധാരണ ആൾക്കാരുടെ അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രീനിങ് ടൂളായിട്ട് നമുക്ക് CT കാൽഷ്യം സ്കോർ ചെയ്യാം. അത് പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ കുറേ നാളായിട്ട് വന്നിട്ടുള്ള ഈ പ്ലാക്കുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം അതെ ഈ കൊളസ്ട്രോളിന്റെ പാളികൾ കുറേ കാലം കഴിയുമ്പോഴാണ് അതിൽ കാൽഷ്യം അടിഞ്ഞു കൂടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്ലോക്കുകൾ കണ്ടെത്താൻ ഒരു നല്ല ഒരു മെത്തേഡാണ് CT കാൽഷ്യം സ്കോറിംഗ് എന്ന് പറയുന്നത്. സാർ CT ആൻജിയോഗ്രാമും പറഞ്ഞു, CT കാൽഷ്യം സ്കോറിംഗ്. അതെ ഇത് രണ്ടും ഒന്നാണോ അതോ രണ്ടും രണ്ട് ടെസ്റ്റ് ആണോ? രണ്ടും ഈ CT ആൻജിയോയുടെ ഭാഗമായിട്ട് വരുന്നൊരു ടെസ്റ്റാണ് CT കാൽഷ്യം സ്കോറിംഗ്. CT കാൽഷ്യം സ്കോറിംഗിൽ നമ്മൾ ആ കാൽഷ്യം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. രക്തക്കുഴലിലുള്ള ആൻജിയോഗ്രാമിൽ നമ്മൾ ഡൈ ഉപയോഗിച്ച് ശരീരത്തിൻ്റെ രക്തക്കുഴൽ മുഴുവൻ പരിശോധിക്കുകയും എവിടെയൊക്കെ ബ്ലോക്കുകൾ ഉണ്ടെന്നെല്ലാം നമുക്ക് കണ്ടെത്തുകയും ചെയ്യുന്നതാണ് CT ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. പക്ഷേ ഈ ആ കാൽഷ്യത്തിൻ്റെ അളവ് മാത്രം കണ്ടെത്തുന്ന ഒരു ടെസ്റ്റാണ് ഈ CT കാൽഷ്യം സ്കോറിംഗ്. രണ്ടും ഡിഫറെന്റ് ടെസ്റ്റുകളാണ്. അതെ അതെ. എത്രത്തോളം എമർജൻസിയാണ് നമുക്കൊരു നെഞ്ചുവേദന, നല്ലൊരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം വെയിറ്റ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്? അതെ. അതിലൊരു ഗോൾഡൻ അവർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നമുക്കിപ്പോൾ ഒരാൾക്കൊരു നെഞ്ചുവേദന, ഒരു ടിപ്പിക്കലായിട്ടുള്ള നെഞ്ചിന് നടുഭാഗത്തുള്ള വേദന, ശ്വാസം മുട്ടൽ, വിയർക്കലൊക്കെ വന്നു, നമുക്കറിയാം ഒരു ഹാർട്ടിൻ്റെ പ്രശ്നമാണെന്ന് സംശയം. അപ്പോൾ എമർജൻസി ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നു. ഇങ്ങനെ ഒരു ST എലിവേഷൻ MA ആണെന്ന് കണ്ടെത്തി. അപ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് പ്രധാനമാണ്. അപ്പോൾ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മണിക്കൂറിലാണ് ഹാർട്ടിൻ്റെ മസിൽസിന് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാകാനുള്ള സമയവും. ആ ടൈമിൽ നമ്മൾ രക്തയോട്ടം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ആൾക്ക് മസിൽസിന് പ്രശ്നം ഉണ്ടാവാതെ ആളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ഗോൾഡൻ അവറാണ് ഈ ആദ്യത്തെ ഒരു മണിക്കൂർ. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയുന്നത്. പിന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് STEMI എന്ന് പറയുന്ന അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 6 തൊട്ട് 12 മണിക്കൂർ വരെ നമുക്കൊരു ടൈം പീരീഡ് കിട്ടും. അപ്പോൾ അത് ഈ സമയം എങ്ങനെ മുന്നോട്ട് പോകും തോറും മസിലിന് ഡാമേജ് കൂടാനും പമ്പിങ് കുറയാനും ആളുടെ ജീവന് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്ന് പറയുന്നത് ഈ ഒരു സമയത്തിനുള്ളിൽ ഹാർട്ടിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. ടൈം ഇസ് മസിൽ എന്ന് പറയും. അതായത് ഓരോ മിനിറ്റും ഹാർട്ടിൻ്റെ മസിൽ നശിച്ചുകൊണ്ടിരിക്കാൻ സാധ്യത കൂടും അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എത്രയും നേരത്തെ ചെയ്യുക, അത്രയും നേരത്തെ തന്നെ ആളെ രക്ഷിച്ചെടുക്കാനേ സാധിക്കും എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് ബെസ്റ്റ് റിസൾട്ട്സ് അതിൻ്റെ അകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അതെ. എന്നാലും ഒരു ഏകദേശം എത്ര നേരത്തിനുള്ളിൽ നമ്മൾ ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും? അത് ഏറ്റവും നല്ല റിസൾട്ട്സ് ആദ്യത്തെ മണിക്കൂറിലാണ്. ആദ്യത്തെ ഒരു 6 മണിക്കൂറിൽ ഒരു വലിയ ശതമാനം ആൾക്കാർക്കും പ്രശ്നമില്ലാണ്ട് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും. 12 മണിക്കൂർ കഴിഞ്ഞാൽ യൂഷ്വലി ഈ ആൻജിയോപ്ലാസ്റ്റിക്കും മരുന്ന് കൊണ്ടുള്ള ചികിത്സയ്ക്കും, ഞാനത് പറഞ്ഞില്ല, ആൻജിയോപ്ലാസ്റ്റി പോലെ തന്നെ മറ്റൊരു ചികിത്സയാണ് ഈ ബ്ലോക്ക് മാറ്റാനായിട്ട് മരുന്ന് കൊടുക്കുന്ന, ക്ലോട്ടുകൾ മാറ്റാനായിട്ട്. അപ്പോൾ ഈ മരുന്ന് കൊടുക്കുന്ന ചികിത്സ ആൻജിയോപ്ലാസ്റ്റിയേക്കാളും തൊട്ട് താഴെ വരും, അതിന് താഴെ വരുന്നുള്ളൂ. കാരണം നമുക്ക് എത്ര ശതമാനം ആ ബ്ലോക്ക് മാറിയെന്നൊന്നും അറിയാൻ സാധിക്കില്ല. പക്ഷേ ഈ 2 ചികിത്സകളും 12 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഫലപ്രദമല്ല. ഒരു ST എലിവേഷൻ MI എന്ന് പറയുന്ന ഏറ്റവും സീരിയസ് ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾക്ക് 12 അവേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ 2 ചികിത്സകൾക്കും വലിയ ഗുണമില്ല. കാരണം അപ്പോഴേക്കും മസിലിന് ഡാമേജ് വരാനുള്ളത് വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ബ്ലോക്ക് മാറ്റിയാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട്സ് ആളെ രക്ഷിച്ചെടുക്കാനോ മസിലിനെ നോർമലാക്കി എടുക്കാനോ സാധിക്കാൻ ചാൻസ് കുറവാണ് ആ ടൈം കഴിഞ്ഞാൽ. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ അതുവരെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഉടനെ അഡ്മിറ്റ് ചെയ്യണം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇത് ഹോസ്പിറ്റലുകാര് അല്ലെങ്കിൽ പറ്റിക്കാൻ പറയുന്നതാണോ എന്നുള്ളൊരു തോന്നലുണ്ട്. അത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നമുക്ക് വേണം തോന്നി മറ്റൊരു ആശുപത്രി പോകാനോ അല്ലെങ്കിൽ വേറൊരു ഡോക്ടറെ സമീപിക്കാനുള്ള ഒരു സമയം ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുമോ? അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഒരു അറ്റാക്ക് വന്ന സമയത്ത് സെക്കൻഡ് ഒപ്പീനിയൻ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമാണ്.
ഇപ്പോൾ നമ്മൾ ഒരു സാധനം കടയിൽ നിന്ന് വാങ്ങിക്കാനാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കും. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പലരോടും ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ഹാർട്ട് അറ്റാക്കിൻ്റെ കാര്യത്തിൽ അതിനുള്ളൊരു സാവകാശം നമുക്കില്ലെന്നുള്ളതാണ്. കാരണം ഒരു ബ്ലോക്ക് അല്ല, ബ്ലോക്കും അറ്റാക്കും രണ്ടും വ്യത്യാസമാണ്. ഹാർട്ടിന് ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് രക്തക്കുഴൽ കൊളസ്ട്രോളും ഇതെല്ലാം അടിഞ്ഞു കൂടിയിട്ട് ഉള്ള ഒരു രക്തക്കുഴൽ അടഞ്ഞിരിക്കുന്നു, അല്ലെ ഇത്ര ശതമാനം അടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അറ്റാക്ക് അതല്ല. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എമർജൻസിയാണ്. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ രക്തക്കുഴലിന് പൊടുന്നതിനെ സഡൻലി രക്തക്കുഴൽ അടഞ്ഞുപോയി രക്തയോട്ടം പെട്ടെന്ന് അങ്ങ് നിലച്ചു പോകുന്ന അവസ്ഥയാണ്. ആ സിറ്റുവേഷനിൽ മസിൽസ് ഡാമേജ് ആയി തുടങ്ങി. അവിടെ നമ്മൾ മറ്റൊരാളത്ത് സംസാരിക്കാനും വേറെ ഡിസ്കഷന് പോയി നമ്മൾ നഷ്ടപ്പെടുത്തുന്ന വിലപ്പെട്ട സമയമാണ്. അപ്പോൾ ഇതാണ് ബേസിക് അണ്ടർലൈൻ കാര്യം. എന്താണെന്ന് വെച്ചാൽ ഒരു അറ്റാക്ക് വന്നു, ഒരു അതിന് സൗകര്യമുള്ള ഒരു ആശുപത്രിയിൽ എത്തിച്ചു, ഒരു കാർഡിയോളജി ഒരു ഹൃദ്രോഗ വിദഗ്ധൻ കണ്ടു ഹാർട്ട് അറ്റാക്ക് ആണ്, എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിച്ച് അതിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ. കാരണം നമ്മൾ എത്ര മിനിറ്റ് കളയുന്നോ അത്രയും ഹാർട്ടിൻ്റെ മസിലിന് ഡാമേജ് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ സാർ പറഞ്ഞു ബ്ലോക്കുകൾ ഉള്ളതെല്ലാം അറ്റാക്ക് ആവണമെന്നില്ല, അറ്റാക്കിലോട്ട് എത്തണം എന്നില്ല. എപ്പോഴാണ് അത് നമ്മൾ ബ്ലോക്കുകൾ നേരത്തെ ഉണ്ട് ചെയ്തിട്ട് അല്ലെ അറിയാം ബ്ലോക്ക് ഉണ്ട്, പക്ഷെ ഒരു അറ്റാക്ക് വരുന്നു. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ശരീരത്തിൽ ബ്ലോക്ക് ഉണ്ട് അല്ലെങ്കിൽ അതൊരു അറ്റാക്ക് ആവുന്നു എന്നുള്ളത്. ഏത് ബ്ലോക്ക് അറ്റാക്കിലേക്ക് പോകുന്ന ആർക്കും പറയാൻ പറ്റില്ല. അതൊരു പിന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നിക്കുകൾ വഴി നമുക്ക് കണ്ടെത്താം. ഈ വളരെ വൾണറബിൾ പ്ലാക്ക് എന്ന് പറയും, അതായത് ഇപ്പോൾ പൊട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചില പ്ലാക്കുകളുണ്ട്. കൊളസ്ട്രോളിൻ്റെ പ്ലാക്ക് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ പാളികൾ. അപ്പോൾ അത് നമുക്ക് ഈ ആൻജിയോഗ്രാം ചെയ്താൽ ഒരു പരിധിവരെ അറിയാം. ഈ CT കൊറോണറി ആൻജിയോഗ്രാം ചെയ്താലും കുറച്ചുകൂടെ അറിയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലോട്ടുകൾ സാധാരണ 30-50% ഉള്ള ക്ലോട്ടുകളാണ്. അത് നമുക്ക് ആൻജിയോഗ്രാമിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മെയിൻ രക്തക്കുഴലിലുള്ള ഇങ്ങനെയുള്ള ക്ലോട്ടുകൾ കണ്ടെത്തുമ്പോൾ നമ്മൾ ഹൈ ഡോസിൽ സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കും. അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും നമ്മളത് കൊടുക്കും. കാരണം നമ്മുടെ ഉദ്ദേശം രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ക്ലോട്ടുകൾ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ക്ലോട്ടിൽ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈ ഡോസിൽ മരുന്നുകൾ, അടിഞ്ഞിരിക്കുന്ന ആ കൊളസ്ട്രോളിൻ്റെ ആ പാളികൾ വീണ്ടും ഒരു അറ്റാക്കിലേക്ക് പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ഡോസിൽ മരുന്നുകൾ കൊടുക്കുന്നത്. അത് ഈ മെഡിസിൻസ് വഴി നമുക്കൊരു പരിധി വരെ കുറയ്ക്കാം. പക്ഷെ അപ്പോഴും ഒരു 100% ഗ്യാരണ്ടി നമുക്കതിന് പറയാൻ പറ്റില്ല. ഭയങ്കരമായ സ്ട്രെസ്സോ എന്തെങ്കിലും അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഇതിലേക്ക് യൂഷ്വലി പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അങ്ങനെ ഈ വൾണറബിൾ പ്ലാക്കുകൾ പൊട്ടാനുള്ള സാധ്യതകളുണ്ട്. അത് പക്ഷേ സ്റ്റാറ്റിൻസ് കൊടുക്കുമ്പോൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ പലരും പറയുന്നത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നോ അല്ലെങ്കിൽ ഒരു ഹൃദ്രോഗിക്ക് മരുന്നുകൾ ഒരുപാട് കൂടുതലാണ്, 1-2 മരുന്നുകളിൽ നിൽക്കില്ല. അപ്പോൾ എന്തിനാണ് ഇത്രയധികം മരുന്നുകൾ കഴിക്കുന്നത്? ഇതൊക്കെ എന്തിനുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്? അത് ശരിയാണ്. ഹാർട്ട് അറ്റാക്ക് വന്നൊരു രോഗി അറ്റാക്ക് കഴിഞ്ഞാൽ ഒരു 10-12 മരുന്നുകൾ ഒരുമിച്ച് വരുമ്പോൾ അത് അവർക്ക് പലപ്പോഴും ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ഇത്രയും മരുന്ന് എന്തിനാണ്? അറ്റാക്ക് വന്നതിന് ശേഷം ബ്ലഡ് ക്ലോട്ട് ചെയ്യിക്കാനുള്ള മരുന്ന് മനസ്സിലാക്കാം, കൊളസ്ട്രോളിൻ്റെ മരുന്ന് മനസ്സിലാക്കാം, മറ്റു മരുന്നുകൾ എന്തിനാന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഓരോ മരുന്നുകളും ഓരോ കാരണത്തിനാണ്. നമ്മൾ ഈ പഠനങ്ങൾ വഴിയൊക്കെ തെളിയിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അറ്റാക്ക് വന്നതിന് ശേഷം ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള 2 മെഡിസിൻസ് ആണ്. അത് ഒന്ന് ആസ്പിരിൻ, പിന്നെ മറ്റൊന്ന് ക്ലോപ്പിഡോഗ്രൽ, ടിക്കാഗ്രൽ, അങ്ങനെ ഒരു ഗ്രൂപ്പുകളിൽ പെടുന്ന ഒരു മരുന്ന്. ഈ 2 മരുന്നുകൾ നിർബന്ധമായിട്ടും എല്ലാ അറ്റാക്ക് വന്ന ആൾക്കാരും കണ്ടിന്യൂ ചെയ്യണം. അത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട മരുന്നാണ്. പിന്നെ സ്റ്റാറ്റിൻസ് എന്ന് പറയുന്ന കൊളസ്ട്രോളിൻ്റെ മരുന്ന്, അതും കൊളസ്ട്രോൾ കുറച്ച് നിർത്താനും പിന്നീട് അറ്റാക്ക് ഉണ്ടാവാണ്ടിരിക്കാനും കൊടുക്കുന്ന മരുന്നാണ്. അത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട മരുന്നാണ്. പിന്നെ ഈ അറ്റാക്ക് വന്ന രോഗികൾക്ക് എപ്പോഴും അണ്ടർലൈങ് മറ്റ് അസുഖങ്ങളുണ്ടാവും. കാരണം ഈ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഡയബറ്റീസോ BP-യോ അങ്ങനെയുള്ള അസുഖങ്ങളുണ്ടാവും. ഷുഗറിനുള്ള മരുന്നുണ്ടാവും, BP കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള മരുന്നുകളുണ്ടാവും. പിന്നെ അറ്റാക്ക് വന്ന ഒരു വലിയ ശതമാനം ആൾക്കാർക്കും പമ്പിങ്ങിനെ ബാധിച്ചിട്ടുണ്ടാവും. ഹൃദയത്തിൻ്റെ പമ്പിങ് കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മരുന്നുകൾ ബീറ്റാ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന മരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റ് AC ഇൻഹിബിറ്റേഴ്സ്, ARBs എന്ന് പറഞ്ഞ ഗ്രൂപ്പ് മരുന്നുകൾ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഹാർട്ടിൻ്റെ പല പല ഭാഗങ്ങളിൽ പല പല ഫങ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മരുന്നുകളാണ്. ഇതെല്ലാം ഒരു പർട്ടിക്കുലർ ഒരു കാലാവധിയിലേക്ക് ഈ മരുന്നുകളെല്ലാം കൃത്യമായിട്ട് കഴിച്ചു പോകേണ്ടതുണ്ട്. പക്ഷേ പിന്നീട് സാവധാനം മരുന്നിൻ്റെ എണ്ണം കുറയ്ക്കാനൊക്കെ സാധിക്കും. ഒരു അറ്റാക്ക് വന്ന് അല്ലെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷം ഒരു കൊല്ലക്കാലമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ പലപ്പോഴും ഈ മരുന്നുകൾ ഒരു സിംഗിൾ മരുന്നായിട്ട് കുറയ്ക്കുകയും പിന്നെ അതിനോട് കൂടെ BP-യുടെ മരുന്നുകൾ, അങ്ങനെ മരുന്നിൻ്റെ എണ്ണം ഗണ്യമായിട്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഈ മരുന്നുകളെല്ലാം ആവശ്യമാണ്. അതിനെല്ലാം ഓരോ പ്രത്യേക ഫങ്ഷൻസും ഉണ്ടാകും മരുന്നുകൾക്ക്. ആളുകളുടെ സംശയമാണ്, അറ്റാക്ക് വന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബ്ലോക്ക് മാറ്റി, അതെ, ബ്ലോക്ക് മാറിയല്ലോ, പിന്നെ എന്തിനാ മരുന്ന് കഴിക്കുന്നത്?
അതെ അതെ എന്നുള്ളത് ആ ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റ് പോലെയാണല്ലോ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ആ അതെ അതെ അതിപ്പോൾ ഒരു അപ്പറ്റിക്സിന്റെ ഒരു പ്രശ്നം വന്നു, അത് മാറ്റി പിന്നെ പിന്നെ വേറെ മരുന്നിന്റെ കഴിക്കണ്ട. ആവശ്യമില്ലല്ലോ എന്ന് പറയുന്ന പോലെ അല്ല ശരിക്കും ഹാർട്ട് അറ്റാക്ക് വന്നു, നമ്മൾ ബ്ലോക്ക് മാറ്റി സ്റ്റെൻഡ് ഇട്ടു. സ്റ്റെൻഡ് ഇട്ടതിന് ശേഷം പിന്നെ മരുന്ന് കഴിക്കുന്നത്, ഈ സ്റ്റെൻഡ് എന്ന് പറയുന്ന ഒരു ഫോറിൻ ബോഡിയാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ പുറത്തുനിന്നുള്ള ഒരു മെറ്റലിന്റെ ഒരു ട്യൂബാണ് ഈ സ്റ്റെൻഡ്. അതിനുള്ളിൽ മരുന്ന് പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂബ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ശരീരം ഈ ട്യൂബിനെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ റിജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധാരണയിനേക്കാളും ഈ രക്തക്കുഴലിനുള്ളിൽ സ്റ്റെൻഡ് ഇരിക്കുന്ന ഭാഗത്ത് ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഭാഗത്ത് ക്ലോട്ട് ഉണ്ടാവാണ്ടിരിക്കാൻ ആസ്പിരിൻ, ക്ലോപ്പിഡോഗൽ ഈ മരുന്നുകളെല്ലാം നിർബന്ധമായിട്ടും കഴിക്കണം. പിന്നെ ഈ സ്റ്റാറ്റിൻസ് കഴിക്കുന്ന അതിനുള്ളിൽ കൊളസ്ട്രോൾ പാളികൾ ഉണ്ടാകാനുള്ള സാധ്യത, സ്റ്റെൻറ്റിനുള്ളിൽ ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ഈ മരുന്നുകൾ നിർബന്ധമായിട്ടും വേണം. അപ്പോൾ സ്റ്റെൻഡ് ഇട്ടതിന് ശേഷം ഒരു നിശ്ചിത മരുന്നുകൾ ഡെഫിനറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം. ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതുണ്ടോ സ്റ്റെൻഡ് ഇട്ടവരും? ജീവിതകാലം മുഴുവൻ. ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെൻഡ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചില മരുന്നുകൾ ലൈഫ് ലോങ് ആണ്. കാരണം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അറ്റാക്ക് ഉണ്ടായ ഒരു രോഗി, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ രോഗിക്ക് ഇതിന് ശേഷം അറ്റാക്ക് ഉണ്ടാവാം. പിന്നീട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത സാധാരണ ഒരു ജനത്തിന് ആളുകളെക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ ഇവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. വീണ്ടും ഇതുപോലെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാനും വീണ്ടും ഉണ്ടാവാണ്ടിരിക്കാനും ഒക്കെയാണ് ഈ മരുന്നുകളുള്ളത്. അപ്പോൾ അതിൽ ജീവിതകാലം മുഴുവൻ കഴിച്ചു പോകേണ്ട കാര്യങ്ങൾ. അപ്പോൾ സാർ പമ്പിങ് കുറഞ്ഞു പോകും എന്ന് പറയും. അപ്പോൾ ഈ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ കുറഞ്ഞു പോയപ്പോൾ മസിലിന് ഡാമേജ് വരുന്നോണ്ടായിരിക്കില്ല ഹാർട്ടിന്റെ പമ്പിങ്. അപ്പോൾ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ആ മസില് നോർമൽ അവസ്ഥയിലോട്ട് വരുമോ കംപ്ലീറ്റ് ആയിട്ട്? അപ്പോൾ മസിൽ നോർമൽ അവസ്ഥയിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ മസിൽ പല കാരണങ്ങൾ കൊണ്ട് വരാം. ചിലത് പെർമനൻ്റ് ആയിട്ട് മസിൽ ഡാമേജ് വന്നവരുണ്ട്. ആദ്യത്തെ അറ്റാക്കിൽ തന്നെ ഒരുപാട് മസിൽ ഡാമേജ് ആയിപ്പോയി. പിന്നെ ചിലർക്ക് എന്ന് പറഞ്ഞാൽ രക്തയോട്ടം കുറഞ്ഞു നിൽക്കുകയാണ്, ബ്ലോക്ക് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നോർമലാവും. പക്ഷേ അതെന്ത് തന്നെ കാരണമായാലും പമ്പിങ് കുറഞ്ഞ ആൾക്കാർ ചില മരുന്നുകൾ കഴിച്ചു പോകണം. ഈ മരുന്നുകൾ കഴിച്ചു പോകുമ്പോൾ ഓരോ മരുന്നിനും ഓരോ ഇഫക്റ്റ് ഉണ്ട്. പമ്പിങ് കൂട്ടാനുള്ള മരുന്നുകളുണ്ട്, പിന്നീട് ശ്വാസം മുട്ടൽ പോലത്തെ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാനുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ ഈ ഓരോ മരുന്നുകളും കഴിച്ച് അതിൻ്റെ ഒരുപാട് പഠനങ്ങളുണ്ട്, ഇതിലെല്ലാം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഓരോ ഗ്രൂപ്പ് മരുന്നിനും ഹാർട്ടിൻ്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യാനും പിന്നീട് ആളുടെ മുന്നോട്ടുള്ള ഈ അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത, പിന്നെ ശ്വാസം മുട്ടൽ അതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത എല്ലാം കുറയ്ക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ അതെല്ലാം ഓരോ ഇഫക്റ്റ് ഉള്ള മരുന്നുകളാണ്. അതെല്ലാം കഴിച്ചു പോകേണ്ട മരുന്നുകൾ തന്നെയാണ്. പമ്പിങ് കംപ്ലീറ്റ് ആയിട്ട് നോർമൽ ആക്കാൻ പറ്റണമെന്നില്ല എപ്പോഴും. നോർമൽ ആകണമെന്നില്ല. ഇപ്പോൾ ഒരു 40 പമ്പിങ്, ഇപ്പോൾ നോർമൽ ഹാർട്ടിന്റെ പമ്പിങ് ഫംഗ്ഷൻ 60-70% എന്നുള്ളതാണ് EF എന്ന് പറയുന്നത്. അപ്പോൾ പമ്പിങ് കുറഞ്ഞ ഒരാൾക്ക് 40% ആയിരിക്കും പമ്പിങ്. അപ്പോൾ ഈ മരുന്ന് കഴിച്ചാൽ പിന്നെ എക്കോ നോക്കുമ്പോഴും 40% ഉണ്ടാവുള്ളൂ. പക്ഷെ ആൾക്ക് സിംറ്റമാറ്റിക്കലി ആളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറിയിട്ടുണ്ടാവും. അപ്പോൾ പമ്പിങ്ങിന്റെ കാര്യത്തിൽ വ്യത്യാസം വന്നില്ലെങ്കിൽ പോലും ഈ മരുന്നുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ആളുടെ ഒരു ജീവിതത്തിന്റെ ഒരു നിലവാരം കുറച്ചുകൂടെ ബെറ്റർ ആവും. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും മരുന്നുകൾ. പിന്നീട് ഇനി അങ്ങോട്ട് ഈ ശ്വാസം മുട്ടലും ഹാർട്ട് ഫെയിലർ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ മരുന്നുകൾ കുറയ്ക്കും എന്നുള്ളതാണ്. ഹാർട്ട് ഫെയിലർ വരുമ്പോഴാണ് ഈ ശ്വാസം മുട്ടലും അങ്ങനെ വരുന്നത്. ശ്വാസം മുട്ടൽ എന്ന് പറയുന്നത് ഒന്ന് അറ്റാക്കിന്റെ ഒരു സിംറ്റമായിട്ട് ഉണ്ടാവാം. പിന്നെ പ്രധാനമായിട്ടും ഈ പമ്പിങ് കുറഞ്ഞു പോയിട്ടാണ് ഈ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ശ്വാസം മുട്ടൽ വരുന്നത്. അപ്പോൾ അത് വെച്ചാൽ മുന്നോട്ടുള്ള പമ്പിങ് കുറഞ്ഞു പോകുമ്പോൾ ലങ്സിൽ നീര് കെട്ടിയിട്ട് പൾമണറി എഡിമ എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുമ്പോഴാണ് ഈ ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഹാർട്ടിൻ്റെ ആയിട്ടുള്ള. അപ്പം നമുക്ക് ഒരിക്കൽ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും റെഗുലർ ആയിട്ട് ഡോക്ടറിനെ കണ്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതെ അതെ അതെ. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞത് ഒരു ലൈഫ് ലോങ് ഡിസിപ്ലിൻ ആവശ്യമുള്ള ഒരു കാര്യമാണ്. വൺസ് അങ്ങനെ ഒരു അറ്റാക്ക് വന്ന ഒരാൾക്ക് മുന്നോട്ട് കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് അത് കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കണ്ട മരുന്നിന് ഡോസ് കൂട്ടുകയോ കുറയ്ക്കുകയോ അതെങ്ങനെയാണെന്നുള്ളത് പരിശോധിച്ച് മാത്രം നമുക്കറിയാൻ സാധിക്കുള്ളൂ. അത് വളരെ കൃത്യമായിട്ട് മുമ്പോട്ട് പോകണം. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവഗണിച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പ്രോബ്ലമായിട്ട് വരുമ്പോഴേ നമ്മളത് അറിയുള്ളൂ. സാർ, ഈ അറ്റാക്ക് വരാനുള്ള സാധ്യതകളിൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള റേഷ്യോയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഏതെങ്കിലും ഒരു ജെൻഡറിന് കൂടുതലാണ് അറ്റാക്ക് വരാനുള്ള പോസിബിലിറ്റി, അങ്ങനെ ഉണ്ടോ? അത് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പോൾ സാധാരണ അതിൽ മെയിൽസിലാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത കൂടുതൽ സ്ത്രീകളെ അപേക്ഷിച്ച്. അത് പക്ഷേ ഒരു പർട്ടിക്കുലർ ഒരു ഏജ് ഗ്രൂപ്പിലാണ്. പൊതുവേ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഈ മെൻസ്ട്രേറ്റിംഗ് ടൈമിൽ ആ ഒരു പീരീഡിൽ ഈസ്ട്രജൻ്റെ അളവ് സാധാരണ ഇതിൽ കൂടുതലാണ്. ഈസ്ട്രജൻ ഉള്ള ഒരു ഗ്രൂപ്പ് കാരണം ആ ടൈമിൽ രക്തക്കൊള്ളി, ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ രക്തക്കൊള്ളി വളരെ മിനുസമായിട്ട് വെക്കുന്ന ഒരു ഹോർമോണാണ്. ക്ലോട്ട് ഉണ്ടാകാൻ സാധ്യത കുറയ്ക്കുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രജൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള കാരണം ഈ ഒരു മെൻസ്ട്രേറ്റിംഗ് ഏജ് ഗ്രൂപ്പിൽ ഒരു ഉദാഹരണത്തിന് ഒരു 15 to 50 years 45-50 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ സ്ത്രീകൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഹാർട്ടിൻ്റെ അറ്റാക്ക് ഉണ്ടാകുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ തന്നെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ആണുങ്ങളെ അപേക്ഷിച്ച്
സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് കുറവാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റാക്ക് വന്ന ഒരു ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളെക്കാളും കൂടുതൽ അറ്റാക്ക് കാണുന്നത്. പക്ഷേ ഈ ഒരു ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞാൽ പോസ്റ്റ് മെനോപോസൽ ആ ഒരു മെനോപോസിൻ്റെ ഏജ് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾ പുരുഷന്മാരൊന്നും വ്യത്യാസമില്ല, രണ്ടുപേർക്കും ഈക്വൽ തന്നെയാണ്. അതൊരു കാര്യം. അപ്പം മെയിൽസിൻ്റെ അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത സ്ത്രീകളുടെ സാധ്യത രണ്ടും ഒന്ന് തന്നെയാണ് ഈ പോസ്റ്റ് മെനോപോസൽ ഏജ് നോക്കിയാൽ. അതിൻ്റെ താഴത്തെ ഏജ് ഗ്രൂപ്പിലാണ് സ്ത്രീകൾക്ക് സാധ്യത വളരെ കുറവായിട്ട് നിൽക്കുന്നത്, ഈസ്ട്രോജൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട്. പിന്നെ ഈ ആണുങ്ങളുടെ ഹാർട്ട് അറ്റാക്കും പെണ്ണുങ്ങളുടെ ഹാർട്ട് അറ്റാക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആണുങ്ങൾക്ക് ഈ ഹാർട്ട് അറ്റാക്ക് നെഞ്ചിന് നടുഭാഗത്തുണ്ടാകുന്ന വേദന, ആ ഒരു സിംറ്റം ഏറ്റവും കോമൺ അതാണ്. പക്ഷെ സ്ത്രീകൾക്ക് ഇതല്ലാണ്ട് ഒരുപാട് സിംറ്റംസ് ഉണ്ടാവാം. അത് ഈ ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്ന സിംറ്റം പൊതുവെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നെഞ്ചുവേദന തന്നെയാണ്. പക്ഷെ സ്ത്രീകളിൽ അറ്റാക്ക് എന്ന് പറയുന്നത് ശ്വാസം മുട്ടലാവാം, ശ്വാസം മുട്ടൽ ചിലപ്പോൾ അറ്റാക്കിൻ്റെ സിംറ്റം ആവാം, അല്ലെങ്കിൽ ഈ ചില ഫെറ്റീഗ് ഭയങ്കരമായ തളർച്ച ചിലപ്പോൾ അറ്റാക്കിൻ്റെ സിംറ്റം ആവാം, തലകറക്കം സിംറ്റം ആവാം, നെഞ്ചിടിപ്പ് ഒരു സിംറ്റം ആവാം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒരു ഫീമെയിൽ പേഷ്യൻ്റ്, ഒരു സ്ത്രീകളായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് സിംറ്റംസ് ഇങ്ങനത്തുള്ള സിംറ്റംസ് വരുമ്പോൾ അതൊക്കെ അറ്റാക്ക് ആണോ എന്നുള്ളത് പരിശോധിച്ച് നോക്കണം. കാരണം ആണുങ്ങളെ അപേക്ഷിച്ച് ഈ അറ്റിപ്പിക്കൽ സിംറ്റംസ്, സാധാരണ കാണാത്ത സിംറ്റംസ് അറ്റാക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള സാധ്യത സ്ത്രീകളിൽ കൂടുതലാണ്. അപ്പൊ ചിലർക്ക് വേദന ഇല്ലാതെയും അറ്റാക്ക് വരുന്നില്ലേ, അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് സൈലന്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അത് ട്രൂലി സൈലന്റ്, അത് വേദനയില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ വരുന്ന ഹാർട്ട് അറ്റാക്ക് സാധാരണ അതിൽ വളരെ റയറാണ്. ഒരു 10% താഴെ ആൾക്കാർക്ക് സൈലന്റ് ഹാർട്ട് അറ്റാക്ക്, ട്രൂലി സൈലന്റ്. പക്ഷേ ഇതല്ലാണ്ട് മറ്റ് സിംറ്റംസിനെയും നമ്മൾ സൈലന്റ് ഹാർട്ട് അറ്റാക്ക് എന്ന രീതിയിൽ വിശേഷിപ്പിക്കാറുണ്ട്. അതായത് നെഞ്ചുവേദന അല്ലാതെ ചിലപ്പോൾ ഒരു എരിച്ചിൽ, അത് നമ്മൾ ഗ്യാസിൻ്റെ എരിച്ചിലാണ്. അവർ രോഗി നമ്മളെടുത്ത് വരുമ്പോൾ പറയും ഇതെനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം തന്നെയാണ്, അത് ഞാൻ ഇതിനു മുമ്പ് എനിക്ക് വന്നിട്ടുണ്ട്, അത് തന്നെയാണ്. പക്ഷേ നമ്മൾ ECGയും ബ്ലഡ് ടെസ്റ്റും എക്കോയൊക്കെ നോക്കുമ്പോൾ കാണാം ഒരു സീരിയസ് അറ്റാക്കാണ്. അപ്പോൾ ആ രീതിയിൽ വരുന്ന സിംറ്റംസ് ഉണ്ട്. അത് ഒരു അറ്റിപ്പിക്കൽ സിംറ്റംസ് ആണ്. പിന്നെ അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടൽ, പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു ശ്വാസം മുട്ടൽ വന്നു, അല്ല തലകറക്കം വന്നു, കണ്ണിലിട്ട് കയറുന്നു, നെഞ്ചിടിപ്പ് വന്നു, ഇതെല്ലാം നോർമൽ നമ്മൾ ഈ ക്ലാസിക്കലായിട്ട് കാണുന്ന നെഞ്ചുവേദന എന്ന സിംറ്റം അല്ലാണ്ട് നമുക്ക് ഉണ്ടാകാവുന്ന ഒരു സിംറ്റംസ് ആണ് ഇത്. നെഞ്ചുവേദന മാത്രമല്ല ഹാർട്ട് അറ്റാക്ക് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം. പക്ഷെ അതല്ലാതെയും വരാവുന്നതാണ്. ഈ ഉറക്കത്തിലൊക്കെ ആൾക്കാർ അറ്റാക്ക് വന്ന് മരിച്ചുപോയി എന്ന് പറയുന്നത് അത് ഈ സൈലന്റ് അറ്റാക്ക് ആണ്. അത് ഒരു പരിധിവരെ സൈലന്റ് ഹാർട്ട് അറ്റാക്ക് ആവാം. പിന്നെ അരിത്മിയാസ് ആവാം, അതായത് ഹാർട്ടിന്റെ താളം തെറ്റി അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. നമ്മൾ ക്രമാതീതമായിട്ട് താളം തെറ്റി ഹാർട്ടിന്റെ ബീറ്റ് വന്നിട്ട് പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാകാം. പിന്നെ ഇത് ഈ പ്രശ്നങ്ങൾ കാണുന്നത് ഒരു പ്രത്യേക ഗ്രൂപ്പിലാണ് കേട്ടോ. അതായത് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസ്, കുറേ കാലമായിട്ട് ഷുഗറുള്ള ആൾക്കാരിൽ ഈ ഹൃദയത്തിൻ്റെ സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകളുണ്ട്, ആ ഒരു നെർവ് സപ്ലൈ, അത് കുറേ കാലം കൊണ്ട് ഡാമേജ് വന്നിട്ട് ഈ വേദനയായിട്ട് വരണമെന്നില്ല അങ്ങനെയുള്ള ഡയബറ്റിക് പോപ്പുലേഷനിൽ, പ്രത്യേകിച്ച് കൺട്രോൾ അല്ലാത്ത ഷുഗേഴ്സിൽ. പിന്നെ എൽഡർലി, ഒരു പ്രായം കഴിഞ്ഞാൽ 70-80 വയസ്സുള്ള ആൾക്കാർക്ക് നെഞ്ചുവേദനയായിട്ട് വരണമെന്നില്ല, അതൊരു സെക്കൻഡ് ഗ്രൂപ്പ്. മൂന്നാമത്തെ ഗ്രൂപ്പ് വിമൻ, സ്ത്രീകളിലും ഇതുപോലെ ഈ നെഞ്ചുവേദനയൊന്നും ഇല്ലാണ്ട് തന്നെ അറ്റാക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സൈലന്റ് അറ്റാക്ക് ഇങ്ങനെയുള്ളവരിൽ നമ്മൾ സസ്പെക്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഫസ്റ്റ് എയ്ഡ് ആണ്. ഇപ്പോൾ ഒരു നെഞ്ചുവേദന വരികയാണ്, ഒരാൾക്ക് വർക്ക് സ്പേസിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയോ വെച്ച് നെഞ്ചുവേദന വരികയാണ്. അങ്ങനെ വരുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ, ഇപ്പൊ നമ്മളെല്ലാവരും CPR കൊടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബോധവൽക്കരണം നടത്തും. അപ്പോൾ ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ ആളെ സേവ് ചെയ്യാൻ വേണ്ടി? ഹാർട്ട് അറ്റാക്ക് നമുക്ക് ഈ പ്രത്യേക രോഗലക്ഷണങ്ങൾ പറയുന്നുണ്ടല്ലോ. നെഞ്ചിന്റെ വേദന, ഭയങ്കരമായി വിയർക്കുന്നു, താടിയിലേക്ക് വേദന വരുന്നു, അങ്ങനെയുള്ളൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ, അറ്റാക്കാണെന്ന് സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആളുടെ ഹാർട്ട് റേറ്റ്, പൾസ് നോക്കുക, നെഞ്ചിടിപ്പ് നോക്കുക, പിന്നെ ആൾക്ക് ശ്വാസം മുട്ടലോ എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് എഴുന്നേപ്പിച്ചിരുത്തുക. അതായത് കിടക്കുന്ന പൊസിഷനിൽ ചിലപ്പോൾ ശ്വാസം മുട്ടൽ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. എന്നല്ലാണ്ട് ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ രീതിയിൽ ഹാർട്ട് അറ്റാക്കിന് ഒരു ചികിത്സ ഇല്ല. ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക. അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയുള്ളൊരു സിംറ്റം ഉള്ള ഒരാൾ സ്വയം വണ്ടി ഓടിച്ച് ആശുപത്രിയിലേക്ക് വരാണ്ടിരിക്കുക. കാരണം നമ്മുടെ ഹൃദയം അറ്റാക്ക് വന്നതിന് ശേഷം എപ്പോൾ അതിൻ്റെ പ്രവർത്തനം എങ്ങനെ പോകുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്വയം വണ്ടി ഓടിച്ച് പോകുന്നത് നമുക്കും റിസ്ക്കാണ്, ചുറ്റുമുള്ള ജനങ്ങൾക്കും റിസ്ക്കാണ്. എപ്പോഴും ഇങ്ങനെ ഒരു അറ്റാക്ക് ആണെന്ന് സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടെയുള്ളവർ ചെയ്യേണ്ടത് ആംബുലൻസിൻ്റെ സഹായം തേടുക എന്നുള്ളത്. എത്രയും പെട്ടെന്ന് ആംബുലൻസ് സപ്പോർട്ട് വിളിക്കുക, അതിൻ്റെ ക്വാളിഫൈഡ് മെഡിക്കൽ ടീമിൻ്റെ സഹായത്തോടെ ആളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ
കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അത് നമുക്കറിയാം, ഇപ്പോൾ ഒരു ഇതുപോലെ നെഞ്ചുവേദന വന്നു, ഭയങ്കരമായിട്ട് വിയർക്കുകയും നെഞ്ചടിപ്പ് ഉണ്ടായ ശേഷം പെട്ടെന്ന് കൊളാപ്സ് ചെയ്തു, പെട്ടെന്ന് ആൾ കുഴഞ്ഞു വീണു. കുഴഞ്ഞു വീഴുന്ന സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പൾസ് നോക്കുക, CPR കൊടുക്കുക എന്ന് പറഞ്ഞത് ഒരു എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു സ്കില്ലാണ്, ഒരു ലൈഫ് സേവിങ് സ്കില്ലാണ്. അത് ചെറിയ പ്രായത്തിലുള്ള കുട്ടിയാവട്ടെ വലിയ ആളാവട്ടെ, എല്ലാ സമൂഹത്തിലെ എല്ലാ നാനാതുറയിലുള്ള ആൾക്കാരും പഠിച്ചു വെക്കേണ്ട ഒരു ബേസിക് ലൈഫ് സേവിങ് സ്കില്ലാണ് CPR എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ അങ്ങനെ കുഴഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ ആളെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നിലത്ത് ആളെ കിടത്തുക, ആളുടെ ക്വിക്കായിട്ട് വളരെ ചെറിയ സമയം കൊണ്ട് ആളുടെ പൾസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക, ആളെ തട്ടി വിളിക്കാൻ നോക്കുക, ആൾ എഴുന്നേൽക്കുന്നുണ്ടോ നോക്കുക. ഇതൊന്നും ഇല്ല, ആള് നിശ്ചലമായിട്ട് കിടക്കുകയാണ്, ഒരു റെസ്പോൺസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി CPR സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രോട്ടോക്കോളുണ്ട് ചെയ്യേണ്ടത്. അത് ഒരു മിനിറ്റിൽ 100 തവണയെങ്കിലും നമ്മൾ കൈകൾ ഇൻ്റർലോക്ക് ചെയ്ത് ചെയ്യുന്ന അതൊരു പ്രക്രിയ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു സ്കില്ലാണ്. അത് ചെയ്തതിന് ശേഷം കൂടെയുള്ള ആൾക്കാരോട് ആംബുലൻസിന് വിളിക്കാൻ പറയുക, CPR കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ലൈഫ്സ് സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ തന്നെ വാർത്തകളിൽ കാണുന്നുണ്ട് ഒത്തിരി പേര്, അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് വന്ന് CPR ചെയ്ത് രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ഒരു ലൈഫ് സേവിങ് സ്കില്ലാണ്. അതിൻ്റെ ഫസ്റ്റ് എയ്ഡാണ് CPR. പക്ഷേ അറ്റാക്ക് വന്ന കാര്യം ചെസ്റ്റ് പെയിൻ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക ആണെങ്കിൽ ചെയ്യാനില്ല, എത്രയും പെട്ടെന്ന് ഒരു വൈദ്യസഹായം തേടുക എന്നുള്ളതാണ്. കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷമാണ് അറ്റാക്ക് ഇത്രയും കോമൺ ആയിട്ട് വരുന്നത് എന്ന് പലരും പറയുന്നത് ശരിയാണ്? അത് വളരെ ഒരു തമാശയായിട്ടുള്ള കാര്യമാണ്. കാരണം കോവിഡ് വാക്സിൻ നമ്മളെല്ലാവരും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കോവിഡിൻ്റെ പുറത്തേക്കാണ് നമ്മളിപ്പോൾ പഴിയായിരുന്നത്. അത് ഒരു സയൻറ്റിഫിക്കലി തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം കോവിഡ് വാക്സിൻ അതിന് സൈഡ് ഇഫക്ട്സ് ഇല്ലെന്നല്ല, ഒരു പഠനങ്ങളിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. മയോകാർഡൈറ്റിസ് എന്ന് പറയുന്ന ഹാർട്ടിൻ്റെ മസിലിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷൻ, അത് വളരെ റെയറായിട്ട്, അത് ഒരു 10 ലക്ഷം പേരിലോ ഒരാളിലോ അങ്ങനെയൊക്കെ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നല്ലാണ്ട് ഈ വാക്സിൻ കൊണ്ട് അറ്റാക്ക് ഉണ്ടാകുന്നൊന്നും എങ്ങും പഠനങ്ങളിലൊന്നും തെളിയിച്ചിട്ടില്ല. കാരണം ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഈ പഠനങ്ങൾ നടത്തിയിട്ടാണ് ഈ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ കോവിഡ് വാക്സിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് മാക്സിമം പറയുന്നാൽ ഒരു 2 ആഴ്ച തൊട്ട് 1 മാസം വരെയൊക്കെയാണ് അതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത. അല്ലാതെ ഒരു 10 കൊല്ലം മുമ്പ് എടുത്ത കോവിഡ് വാക്സിന് ഇപ്പോൾ ഇഫക്ട്സ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മളെല്ലാം കോവിഡ് വാക്സിൻ കാരണമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ തന്നെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് കണ്ടെത്തി അത് മനസ്സിലാക്കി അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊന്നും വാക്സിൻ റിലേറ്റഡ് അല്ല. പിന്നെ പറയുന്നത് കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീഡിയോയിൽ ഞാൻ ഒരു ഡോക്ടർ തന്നെ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്, നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഹൈ സെൻസിറ്റീവ് CRP എന്ന് പറയുന്നത്. അത് ആൾക്കാർ പൊതുവെ പോയി പെട്ടെന്ന് ടെസ്റ്റുകൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഒരു ഡോക്ടറിനെ ഒന്നും കാണാതെ. ഈ ഹൈ സെൻസിറ്റീവ് CRP ശരിക്കും ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് നമുക്ക് അറിയാൻ പറ്റുമോ? ഹൈ സെൻസിറ്റിവിറ്റി CRP എന്ന് പറയുന്ന ടെസ്റ്റ്, ഡൈമർ ടെസ്റ്റ്, ഈ പരിശോധന എന്ന് പറഞ്ഞാൽ ഒരു വളരെയധികം അബ്യൂസ് ചെയ്യപ്പെട്ട ടെസ്റ്റുകളാണ്. അത് ഏറ്റവും കോമൺ ആയിട്ടുള്ള വേട്ടമൃഗങ്ങളാണ് ജനങ്ങളുടെ HSCRP, ഡൈമർ. ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു ഡയഗ്നോസിലേക്ക് എത്താൻ സാധിക്കുന്ന ടെസ്റ്റുകളല്ല. HSCRP എന്ന് പറയുന്നത് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കണ്ടെത്താനുള്ള ടെസ്റ്റാണ്. അതായത് ശരീരത്തിൽ വീക്കം എവിടെ ഉണ്ടെങ്കിലും അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും HSCRP. മുട്ടുവേദനയാണെങ്കിലും HSCRP കൂടും, പനിയാണെങ്കിലും കൂടും, യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിലും കൂടും. അപ്പോൾ അത് കൂടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡയഗ്നോസിലും എത്താൻ സാധിക്കില്ല. പിന്നെ HSCRP പൊതുവെ അറ്റാക്ക് വന്ന ഒരാൾക്കാരിൽ അല്ലെ ബ്ലോക്ക് ഉള്ള ആൾക്കാരിൽ മറ്റു പ്രശ്നങ്ങളൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ HSCRP കൂടുതൽ കാണിക്കുകയാണെങ്കിൽ അവർക്ക് സാധാരണ ഒരാളെക്കാളും അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നൊക്കെ പഠനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു HSCRP എന്നൊരു ടെസ്റ്റ് മാത്രം എടുത്തുകൊണ്ട് വന്ന് കാണിച്ചിട്ട് ഇത് ഹാർട്ടിൻ്റെ പ്രശ്നമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ടെസ്റ്റിന് അത് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ടെസ്റ്റിന് ഒരു വാല്യൂ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ HSCRPയും കൊളസ്ട്രോളും കൂടുതലുള്ള ആൾക്കാരിൽ സാധാരണഗതിയിലുള്ളതിനേക്കാളും കൊളസ്ട്രോളിൻ്റെ മരുന്നിൻ്റെ ഡോസ് കൂട്ടി കൊടുക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ആ ഒരു ടെസ്റ്റിന് പ്രത്യേകിച്ച് ഒരു വാല്യൂ, ഒരു ടെസ്റ്റ് മാത്രം എന്ന് ഇതിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഇല്ല. അതുപോലെ തന്നെയാണ് ഡൈമർ ടെസ്റ്റും. നമ്മുടെ ഈ കോവിഡ് കാലത്ത് ഡൈമർ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ എല്ലാവർക്കും ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെസ്റ്റാണ് ഡൈമർ. അതിപ്പോഴും പല ആൾക്കാരും ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. ഡൈമർ ഒരുപാട് കാര്യങ്ങൾ കൂടും. ഡൈമർ പ്രഗ്നൻസി ഉള്ള ആൾക്കാരിൽ കൂടാം, എന്തെങ്കിലും ഒരു പോസ്റ്റ് സർജിക്കലായിട്ടുള്ള സർജറി കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ ഡൈമർ കൂടാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടുന്ന ടെസ്റ്റാണ്. അപ്പോൾ അതിന് മാത്രമായിട്ട് ഒരു വാല്യൂ ഇല്ലെന്നുള്ളതാണ് ഈ ടെസ്റ്റുകൾക്ക്. ഈ 2 ടെസ്റ്റുകളും ഹാർട്ടിന് മാത്രമായിട്ടുള്ള ടെസ്റ്റുകൾ അല്ലെന്നാണ്. അതെ.
പിന്നെ ഒരു പൊതുവായിട്ട് കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 അറ്റാക്ക് വന്നു, ആ. 3ാമത്തെ അറ്റാക്കോടെ ഞാൻ തീരാൻ തീരാൻ പോവാണ്, പോകുന്നുള്ളത്. ഇനി ഇത് ഇത്രേ ഉള്ളൂ ആ. എന്ന് പലരും സിനിമയിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ആ, കേൾക്കുന്നുണ്ട്. അതെ, 2 അതെ. അറ്റാക്ക് വന്ന അതെ, ആളാണ് അതെ, നിന്റെ അതെ, അച്ഛൻ അതെ. എന്നുള്ളത്. മൂന്നാമത്തെ അത് അറ്റാക്കാണ് 3ാമത്തെ അറ്റാക്കിൽ മരിച്ചു പോകും. മരിച്ചു പോകും എന്നുള്ളത്. അതൊക്കെ ഒരു പഴഞ്ചൊല്ലാണ്. അതങ്ങനെ ഓരോ അറ്റാക്കും കൂടുന്തോറും ആളുടെ ജീവിതത്തിന് അല്ലെ ലൈഫിന് അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടും. അത് സത്യമാണ്. കാരണം ഓരോ അറ്റാക്ക് വരുമ്പോഴും മസിലിന് ഡാമേജ് വരുന്നു, പേശികൾക്ക് ഡാമേജ് ഉണ്ടാകുന്നു. പിന്നെ പിന്നീടും 2ാമതും 3ാമതൊക്കെ വരുമ്പം അത് മുന്നത്തെക്കാളും കൂടുതൽ പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ 3ാമത്തെ അറ്റാക്കിൽ ആളുടെ മരണം 100% സുനിശ്ചിതം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അറ്റാക്ക് വരുന്ന സമയത്ത് റിസ്ക് കുറച്ചുകൂടെ കൂടുതലുണ്ടെന്നുള്ളതിൽ കവിഞ്ഞ് ആ 3ാമത്തെ അറ്റാക്കിൽ നമുക്ക് വേണമെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടെത്തി അത് മാറ്റിയാൽ ആൾ പിന്നെ അങ്ങോട്ട് പ്രശ്നമില്ലാണ്ട് പോകും. അപ്പോൾ അതെല്ലാം ഓരോ ആൾക്കാരുടെ പൊതുവായിട്ടുള്ള തെറ്റിദ്ധാരണയാണ്. സാർ, ഇപ്പം നമ്മൾ പൊതുവെ കണ്ടുവരുന്ന, അല്ലെങ്കിൽ പൊതുവെ അല്ല, നമ്മൾ ന്യൂസിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിച്ചു, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയുടെ ഇടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇതിന് പ്രീ വർക്കൗട്ട് എടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഡയറ്റ് എടുക്കുന്ന അതിലൊക്കെ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു വാർത്തകൾക്ക് ഭയങ്കര പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ കോമൺ ആണെന്ന് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ വ്യായാമം ചെയ്യാൻ പറയും, ചെയ്യാൻ പോയത് അതെ തന്നെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിർബന്ധിച്ചിട്ട് പിന്നെ ജിമ്മിൽ വന്ന് കുഴഞ്ഞു വീണ് മരിക്കാനാണെങ്കിൽ പിന്നെ ഇത് എന്തിനാ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ ജിമ്മിലെ വർക്കൗട്ടുകളിനിടയ്ക്ക് ഉണ്ടാകുന്ന സഡൻ ഒരു കാർഡിയക് ഡെത്ത് അത് കോമൺ ആയിട്ടുള്ള കാര്യമേ അല്ല, വളരെ റെയർ ആയിട്ടുള്ള കാര്യമാണ്. അത് മുന്നേ അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വാർത്താ പ്രാധാന്യം കൂടുതലാണ്. കാരണം നമ്മൾ ഈ ജിമ്മുകളിൽ എല്ലായിടത്തും CCTV ഉണ്ട്. ഈ ഒരു ദൃശ്യങ്ങൾ വളരെ വ്യാപകമായിട്ട് സ്പ്രെഡ് ആവുന്നു, അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്കൊരു ഫോൾസ് ആയിട്ടുള്ള തോന്നലാണ്, ഇത് ഒത്തിരി കോമൺ ആയല്ലോ ഇപ്പോൾ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. പിന്നെ ഇതിനെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇത് തന്നെയാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ പോയ ഹാർട്ടിൻ്റെ അസുഖം തന്നെയാണ്. ഇപ്പോൾ നേരത്തെ തന്നെ അസുഖമുള്ള ആൾക്കാർ അവർ നേരത്തെ പരിശോധനകളിലൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരെ അറിയാണ്ട് പോയി, അവർക്ക് ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഉള്ള കാര്യം. അതാണ് നമ്പർ 1 കാരണം. പിന്നെ ചെറിയ പ്രായത്തിലൊക്കെ മറ്റ് ചില അസുഖങ്ങൾ, അത് ഇതിനേക്കാളും ഒരുപാട് അളവ് കുറവാണ്. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ഈ മസിൽസിനെ ബാധിക്കുന്ന ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങളുണ്ട്. അങ്ങനെയുള്ള അല്ലെങ്കിൽ വാൽവുകളെ ബാധിക്കുന്ന അസുഖങ്ങൾ, ജനിതകമായിട്ടുള്ള അസുഖങ്ങൾ, അതൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഒരു സാധ്യത കൂടുതലായിട്ട് കാണാം. പെട്ടെന്ന് അരിത്മിയ വരാം. അപ്പോൾ ഇത് വളരെ കുറവായിട്ടുള്ള ഗ്രൂപ്പാണ്. പിന്നെ ഇങ്ങനെ വരുന്ന ആൾക്കാരിൽ ഒരു വലിയ ഗ്രൂപ്പ് ആൾക്കാർക്കും ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും. അവരുടെ കുടുംബത്തിൽ തന്നെ അവരുടെ അമ്മാവനോ അല്ലെങ്കിൽ ചേട്ടനോ ചോദിച്ചാൽ ആർക്കെങ്കിലും ഇതുപോലെ ഒരു സിംറ്റംസ്, പെട്ടെന്ന് അങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാർ വളരെ കോഷ്യസ് ആയിരിക്കണം. അതായത് അവർ ആദ്യമേ തന്നെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് ആരംഭിക്കുന്നതിന് മുന്നേ അവരുടെ ടെസ്റ്റുകളെല്ലാം ECG, കഴിയുമെങ്കിൽ ഒരു എക്കോ കാർഡിയോഗ്രാം, ട്രെഡ്മിൽ ടെസ്റ്റ്, ഇതെല്ലാം ചെയ്ത് അവർക്ക് റിസ്ക് ഇല്ലെന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇങ്ങനെയുള്ള ഒരു ഇൻറ്റൻസ് വർക്കൗട്ടിലേക്ക് പോകാൻ. അതൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരു ജനറൽ പോപ്പുലേഷൻ ആണെങ്കിലും ഒരു 40 വയസ്സിന് ശേഷം ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ റിസ്ക് എല്ലാം നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടെത്തണം. നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് കൊളസ്ട്രോൾ നോർമലാണ്, BP നോർമലാണ്, ECG, എക്കോയിലും ട്രെഡ്മില്ലൊന്നും കുഴപ്പമില്ല. അത് ഒരു നല്ല പ്രാക്ടീസ് ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ ഈ വർക്കൗട്ടിനിടയ്ക്ക് പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള കുഴഞ്ഞു വീഴൽ ഇങ്ങനെ ഉണ്ടാകുന്നത് കൂടുതലും ഇത്തരം ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ കാണുന്നത്. സാധാരണ ഒരു നോർമൽ പോപ്പുലേഷനിൽ നമ്മൾ എല്ലാവർക്കും വരുന്ന ഒരു സിംറ്റം ഒന്നും അല്ല ഇത്. പ്രീ വർക്കൗട്ടായിട്ട് അതിന് ബന്ധമുണ്ട്? പ്രീ വർക്കൗട്ട് കഴിക്കുന്നോണ്ട് വരുന്നു അങ്ങനെ ഒരു സപ്ലിമെന്റ്സ് എന്ന് പറയുന്ന ഒരു ടോട്ടലി അത് തന്നെ ഒരു ടോപ്പിക്കാണ്. അത് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഡെഫിനറ്റ്ലി ഹൃദയത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നം വളരെ നല്ലതെന്ന് പറയുന്ന സപ്ലിമെന്റ്സ് വളരെ കുറച്ചേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻ സപ്ലിമെന്റ്സ്, ഇപ്പോൾ ഈ ഒരു വെയ് പ്രോട്ടീൻ, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വെയ് പ്രോട്ടീൻ എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ മസിൽ ബിൽഡിങ്ങിന് സഹായിക്കും. അപ്പോൾ അതിന് പ്രശ്നമില്ല. പക്ഷേ ഇതല്ലാണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരുപാട് സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് ഉണ്ട്. ക്രിയാറ്റിൻ നമ്മളത് കെയർഫുള്ളായിട്ട് തന്നെ എടുക്കണം. ക്രിയാറ്റിന് പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല, പക്ഷേ നേരത്തെ കിഡ്നിയുടെ പ്രശ്നങ്ങളുള്ള ആൾക്കാരിൽ അത് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്നും അല്ലാണ്ട് സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള ഒരുപാട് സപ്ലിമെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ വർക്കൗട്ടിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടാനും നമുക്ക് ഫെറ്റീഗ് കുറയ്ക്കാനുമായിട്ടൊക്കെ ഒരു സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം അങ്ങനെയുള്ള സപ്ലിമെന്റ്സ് നമ്മുടെ നെഞ്ചിടിപ്പ് കൂട്ടാനും നമ്മൾ ഒരു ഹാർട്ടിൻ്റെ ഒരു അറ്റാക്കിന് സാധ്യത കൂട്ടാനും ഒക്കെ സാധ്യതയുള്ള സപ്ലിമെന്റ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ വർക്കൗട്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് അതിന് മുന്നേ പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ ഈ ഈഗോ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് അപ്പുറത്ത് നിൽക്കുന്നവൻ 100 കിലോ എടുത്തപ്പോൾ എനിക്ക്
150 എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോവുക, നമ്മുടെ പ്രോഗ്രസ് എപ്പോഴും പതിയെ പതിയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ സ്റ്റേജിലും ഹൈഡ്രേഷൻ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ് നഷ്ടപ്പെടാതെ നമ്മൾ അതിനുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിനെ റിപ്ലനിഷ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അപകടങ്ങൾ നമുക്കൊരു വലിയ പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും. സാർ ഇത്രയും നേരം നമുക്ക് കുറെ ഇൻഫർമേഷൻസ് തന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. സാർ വെറുതെ ഒരു കാർഡിയോളജിസ്റ്റ് മാത്രമല്ല, സാർ ഒരു ഭയങ്കര നല്ല പാട്ടുകാരൻ കൂടിയാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റൽ പ്രോഗ്രാം ഒക്കെ സാറിന്റെ പാട്ടില്ലാതെ ഇൻകംപ്ലീറ്റ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും പാടും. അത് ഈ പൊട്ടക്കിണറ്റിലെ തവളയെന്നൊക്കെ പറയുന്ന പോലെ അതിലൊന്നും എന്തായാലും പാട്ട് പാടാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. അതെ, പാട്ട് ഒരു പാഷനാണ്. പിന്നെ എപ്പോഴെങ്കിലും നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു കാര്യമൊന്നുമില്ലല്ലോ, അതിൽ കവിഞ്ഞ് പ്രൊഫഷണലായിട്ടൊന്നുമില്ല. പാട്ട് വിദ്യാസാഗറിൻ്റെ പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതിലൊരു വരികൾ നോക്കി പാടാൻ തോന്നുന്നു. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ട് മൂളി വെയിൽ വീഴവേ, പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ട് മൂളി വെയിൽ വീഴവേ, പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. പുലരാൻ തുടങ്ങും ഒരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ, ഒരു നേർത്ത തെന്നലലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞുവോ, നെറുകിൽ തലോടി മാഞ്ഞുവോ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ. മതിയല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ശരി.